നമസ്കാരം കൂട്ടുകാരെ, വീട്ടുമുറ്റം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു മുഴുവൻ ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ എണീച്ചു. ഞാൻ മോളും കൂടി എണീച്ചതുകൊണ്ട് മോൾക്ക് ആദ്യം ഫ്രഷ് ആയതിനു ശേഷം ചായയെല്ലാം കൊടുത്തു. അതിനുശേഷം ഞാൻ ചോറിന് തീ കത്തിക്കലാണ്. ചോറിന് അവിടെ കത്തിച്ച് വെച്ചാൽ ബാക്കി നമുക്ക് കറികൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെക്കാം. അന്നേരം ചോറ് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വേഗം തന്നെ അടുപ്പിലേക്ക് വെക്കാം. ഇന്ന് ഞാൻ കരുതുന്നത് കുറച്ച് ഗ്യാസിലും വെച്ചതിന് ശേഷം ബാക്കി അടുപ്പത്തും വെക്കാമെന്ന്. അങ്ങനെ ഗ്യാസ് കുമ്പനും കൂടി ആകുമ്പോൾ വേഗം പണി തീരുമല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഗ്യാസ് കത്തിക്കാൻ പോകുമ്പോൾ ഒരു നെഞ്ഞെടുപ്പാണ്, അത് വെക്കണോ എന്നാൽ വേഗം രണ്ടടുപ്പ് കത്തിക്കാലോ, വിറകെല്ലാം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെയും തിരിച്ച് വരും. ചോറിനെല്ലാം തീ കത്തിച്ചതിന് ശേഷം ഞാൻ വെച്ച് മിഷനിൽ തുണി ഇട്ടതിന് ശേഷം പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യാം. ഇന്ന് സ്കൂളിലേക്ക് ഞാൻ കരുതുന്ന അവിയലും ഒരു ഉപ്പേരിയും പിന്നെ കറിയും കൊടുക്കാമെന്നാണ് കരുതുന്നത്. ഇനി എന്തെല്ലാം ആവുമെന്ന് അറിയില്ല, ആവുന്ന പോലെ കൊടുക്കണം. അവർ സ്കൂൾ അങ്ങനെ നോൺ വെജ് ഒന്നും പറ്റൂല, അതുകൊണ്ടാണ് ഇനി ഇത്രയും രാവിലെ എണീക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജിമ്മിലെല്ലാം പോകണമെന്ന്. അതുകൊണ്ട് ഏകദേശം ഒരു പണിയെല്ലാം തീർത്ത് വെച്ചാൽ വന്നാൽ പിന്നെ കുറച്ച് സമയം ഒരു അരമണിക്കൂറോളം വിശ്രമം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വയ്ക്കും. അതുകൊണ്ട് പിന്നെ വെള്ള യൂണിഫോമെല്ലാം മാറ്റി എല്ലാം കളറിൻ്റെ ഒപ്പം ഇടുന്നില്ല, വീട്ടിൽ നിന്ന് ഇടുന്നതെല്ലാം ഇട്ട് മാറ്റി വെക്കേണ്ടതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം മിഷനിൽ തുണി ഇടുന്നത്. എവിടെ ആരും എണീച്ചിട്ടില്ല, ഫുള്ള് ഇരുടാണ്. പേടിയെല്ലാം ഉണ്ട് ചെറുതായിട്ടെല്ലാം, ഗ്രിൽസിൽ ഉള്ളതൊരു ആശ്വാസത്തിൽ അങ്ങനെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ രാവിലെ എണീച്ച് നമുക്ക് എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് രാവിലെ എണീച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. 8 മണിക്ക് ശേഷം എനിക്ക് ഭയങ്കര മടിയായിരിക്കും. ഈ രാവിലെ ചെയ്യുന്നതിൻ്റെ ഒരു പകുതി മുക്കാൽ പോലും ചെയ്യാത്തൊരവസ്ഥയാണ്. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടമ്മ എന്ന് വെച്ചാൽ ഒരുപാട് പണികളുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മൾ രാവിലെ എണീച്ച് രാത്രി എത്ര സമയം വരെ ഓടാനുണ്ട്, അത് സമയം വരെ ഓടിക്കൊണ്ടേയിരിക്കുന്നൊരു പണി തന്നെയാണ്. പക്ഷേ ആർക്കും അത് കാഴ്ചയിൽ കാണാനൊന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കണ്ണ് തുറന്ന ആണുങ്ങളെല്ലാം കാണണം അല്ലേ, നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ചില ആൾ പറയില്ല നിങ്ങൾക്ക് എന്താ ജോലി, വീട് പണി, അടുക്കള ചോറും കറിയും വെക്കണം, വേറെ എന്താ പണി എന്ന് പറയും. പക്ഷെ നമ്മളിപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും വയ്യായി മക്കളെ കൊണ്ട് പോകണം, മക്കളെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ചെറിയ മക്കളെല്ലാം ആകുമ്പോൾ. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ട് അത് ചെയ്യണം, വേറെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ട് അത് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ തന്നെ രാവിലെ എല്ലാം എണീച്ച് എല്ലാം ആക്കിയതിന് ശേഷമേ നമുക്കൊരു ജോലിക്ക് പോകാൻ കഴിയും. അവിടുത്തെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത് വീട്ടിൽ വന്നിട്ട് രാവിലെ ചെയ്തതിൻ്റെ ബാക്കി 10 ഇരട്ടി പിന്നെയും ചെയ്യണം. പക്ഷേ ഉറങ്ങുമ്പോഴത്തേക്ക് നേരം വെളുക്കുന്ന വഴിയും അറിയില്ല അല്ലേ. ഇന്ന് ഞാൻ അതുകൊണ്ട് മോളും കൂടി എണീച്ചുകൊണ്ട് ഞാൻ വെച്ച് മോളെ ഒറ്റയ്ക്കാക്കണ്ടെന്ന് കരുതി ഞാനും അങ്ങ് എണീച്ചത്. അന്നേരം വെച്ച് എല്ലാ പണിയും തീർക്കാമെന്ന് കരുതി. പിന്നെ മീൻ മുറിച്ച് വെച്ചതുണ്ട്, മീൻകറി ഉച്ചക്കേക്ക് മീൻകറിയും ഞാൻ പറഞ്ഞല്ലോ കറി കൊടുക്കണമെന്ന് ഞാൻ കരുതി. കറി കൊടുക്കേണ്ട അവിയലും പിന്നെ മുതിരയും കൂടി ആക്കാം, പിന്നെ അച്ചാറും അങ്ങനെ അന്ന് വിചാരിച്ച ഒരു ഉപ്പേരിയും കൊടുക്കാമെന്നാണ് കരുതിയത്. ഇനി എണീച്ച് വന്നാൽ ആരെല്ലാം എന്തെല്ലാം ഐറ്റംസാണ് പറയുന്നത് അറിയില്ല. ഒരാൾ ചോറാണെങ്കിൽ ഒരാൾ ദോശയായിരിക്കും കൊണ്ടുപോവുക. അങ്ങനെയാണ് ഓരോ ദിവസം ഓരോരുത്തർക്ക് ഓരോ മെനു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് മക്കളെ കാര്യം. ചോറ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചേ കൊണ്ടുപോകും, ഭക്ഷണം സ്പീഡ് തിന്നാൻ കഴിയുന്നില്ല, അതുകൊണ്ട് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോക്കാണ്. ചോറിന് അവിടെ തീ നല്ലോണം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെച്ചു അവിയലിനെല്ലാം മുറിച്ചിട്ട് അവിടെ വെക്കാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. ആ മഴ പെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട് നല്ലോണം പുതച്ച് മൂടി ഉറങ്ങാമെന്ന്. പക്ഷേ പുതച്ച് മൂടി ഉറങ്ങുന്നതിനൊന്നും നമുക്കൊരു കുഴപ്പമില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ചിന്തിക്കുമ്പോഴേ പുതച്ച് മൂടി ഉറങ്ങുന്നെടുക്കുന്ന വേഗം എണീച്ച് വരാൻ തോന്നും. അതുകൊണ്ട് പിന്നെ അതൊന്നും വേണ്ട, നമ്മളെ കാര്യം ചെയ്തതിന് മുമ്പോട്ട് തന്നെ പോകാം. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വെച്ച കാലമെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ കരുതിയ പോലെ എണീച്ചിട്ടില്ലെങ്കിൽ പിന്നോട്ട് തന്നെ വെക്കേണ്ടി വരും. എനിക്ക് 9:30 മോനെ അംഗൻവാടിയിലാക്കിയതിന് ശേഷം 10 മണിയാകുമ്പോഴത്തേക്ക് ജിമ്മിലെത്തണം. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങുക 12 മണിക്കാണ്. അത് കഴിഞ്ഞ് വെട്ടി വന്നപാട് ഇരുന്ന് പോയാൽ പിന്നെ എണീക്കാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കുളിക്കണം. പോകുന്നതിൻ്റെ മുമ്പേ ഒന്ന് മേല് കഴുകണം. എനിക്ക് രാവിലെ കുളിച്ച് ശീലമുള്ളതുകൊണ്ട് കുളിക്കാണ്ട് പോകുമ്പോൾ ഒരു അസ്വസ്ഥത, അതുകൊണ്ട് തല കുളിക്കലില്ല ഇപ്പോൾ. പിന്നെ അതുകൊണ്ട് മേല് മാത്രം കുളിച്ചിട്ടൊരു സമാധാനമാവും. അതുകൊണ്ട് അടുക്കളയിലെ പണിയെല്ലാം ഏകദേശം ഒതുക്കിയതിന് ശേഷം മേല് കഴുകിയിട്ട് പോകാം. എന്നിട്ട് വന്നതിന് ശേഷം പിന്നെ ഫുള്ള് കുളിക്കാമെന്ന് കരുതി. ഇനി വേഗം വെക്കാൻ വേണ്ടി റേഷൻ അരിയാണ് വെക്കുന്നത്. അതിൽ ഞാൻ ചൂടുവെള്ളം നല്ലോണം ഒഴിച്ചതിന് ശേഷം നല്ലോണം കഴുകി കളയാണ്. ഈ മാസത്തെ അരി നല്ല അരിയാണ്, റേഷനാന്ന് കണ്ടാലേ പറയില്ല, ചൊയ്യൊന്നുമില്ല, നല്ല ചോറായി പ്രാവശ്യത്തെ. വേഗം വെക്കുകയും ചെയ്യും. കുറുവേരിയെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്ലാനിങ് നടക്കില്ല. വെന്താലും 4 മണിക്കെല്ലാം എണീച്ചാൽ വെവും,
പക്ഷേങ്കിൽ ഇന്ന് ഞാൻ വെച്ച് വേഗം തന്നെ വേവിച്ചാൽ എനിക്ക് അട ബാക്കി എന്നാൽ ചെയ്യേണ്ടതെന്ന് വെച്ച് ചെയ്യാം. ഞാൻ ഗ്യാസുമ്മലേക്ക് അവിയലെടുത്ത് കൊണ്ടുപോയി വെക്കാൻ കത്തിക്കാൻ നോക്കിയാൽ എനിക്കൊരു ഇതെല്ലാം വെന്ത് വരുമ്പോഴത്തേക്ക് ഗ്യാസ് തീരുമോ. ഗ്യാസ് ബുക്ക് ചെയ്ത് വെച്ചതുണ്ട്, പക്ഷേ എല്ലാം തീർക്കാനുള്ളൊരു തോന്നലില്ല. അവിടെ നിന്ന് എടുത്ത് പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ട് അടുക്കളയിൽ അടുപ്പിൽ തന്നെ വെക്കുക ചെയ്തത്. പിന്നെ തേങ്ങയെല്ലാം ചിരകേണ്ടത് ബാക്കിലാണ് വർക്ക് ഏരിയയിൽ. അവിടെ നിന്നെല്ലാം തേങ്ങ ചിരകി വേണം ആക്കാൻ. ഞാൻ അല്ലെങ്കിൽ ചിരവി വെക്കലൊന്നുമില്ല, അപ്പപ്പാടെ ആവശ്യത്തിന് ചിരകി എടുക്കുക ചെയ്യത്. പിന്നെ ചിരകുമ്പോൾ ഒപ്പരം എന്തിനെല്ലാം വേണോ അതിനെല്ലാം ചിരകും. മീൻ കറി, വറവ്, പിന്നെ അതിന് മുതിരയ്ക്ക്, പിന്നെ ചട്നിക്കറിക്ക്, ദോശയാക്കാന്ന ദോശയല്ല പുട്ട്, ചട്നിക്കറിയല്ല പുട്ടിന്. ഇന്നലത്തെ മീൻ കറിയുണ്ട്. കുട്ടികൾക്കിപ്പോൾ അവരിപ്പോൾ എന്തായാലും ഗോതമ്പ് പുട്ടാണ് ഞാൻ ആക്കാമെന്ന് കരുതുന്നത്. കാരണം ആദ്യം ഞാൻ കരുതി ചപ്പാത്തിയും പിന്നെ മീൻ കറി എടുക്കാമെന്നാണ് കരുതിയത്. പക്ഷേങ്കിൽ അവർ രാവിലെ തന്നെ തലേന്നത്തെ മീൻ കറി ഞാൻ കൊടുക്കാൻ പേടി. നമുക്ക് വീട്ടിലിരിക്കുന്ന നമുക്ക് പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് അവരോട് ഞാൻ ചോദിച്ചു, അവർക്കിപ്പോൾ ഈ അവിയലെല്ലാം കണ്ടാൽ ചോറ് വേണമെന്ന് വെച്ചാൽ ചോറ് തിന്നും. പക്ഷേങ്കിൽ വേറെ എന്തെങ്കിലും വേണേൽ അത് ആക്കി കൊടുക്കേണ്ടി വരും. എന്തെന്നാണെന്നും അറിയില്ല. അല്ലെങ്കിൽ ചപ്പാത്തിക്കാണെങ്കിൽ ചപ്പാത്തിക്ക് എന്തെങ്കിലും കറി വെക്കണം. ഇന്ന് എന്തായാലും ചപ്പാത്തി ആക്കാൻ മടി. എനിയിപ്പം ചിന്തിക്കണം, അത് കുഴച്ച് പരത്തി ചുടണ്ടേ. അതിലും ഭേദം ഗോതമ്പ് പുട്ട്. തിന്നുന്നവർ തിന്നട്ടെ, വേണ്ടാത്തവരെന്തെന്നാ തിന്നുന്നത്. ഞാൻ അല്ലെങ്കിൽ ഇതൊന്നും തിന്നാണ്ട് പോകുമ്പോൾ ഞാൻ ചോറെങ്കിലും ഒരു 2 ഉരുട്ടെങ്കിലും ഭക്ഷണം കൊടുക്കും. കാരണം പുട്ട് തിന്നുന്നതിൽ എന്തെങ്കിലും കുടലെത്തണ്ടേ. രാവിലെ തന്നെ വെറും വയറ്റിൽ സ്കൂളിൽ പോയാൽ പിന്നെ ഉച്ചയാവേണ്ടേ അടുത്ത ഭക്ഷണം കഴിക്കണമെങ്കിൽ. വീട്ടിലാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൊടുത്ത് തിന്നാൻ പറ്റുമെന്ന്. പക്ഷെ അതല്ലല്ലോ. ഞാൻ പിന്നെ നെത്തലും മുറിച്ച് വെച്ചതായിരുന്നു. കറി വെച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അത്ര ഒരു കാഴ്ചയിലും ഭംഗിയൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വെച്ച് കറിയും ചോറും ആവുന്ന പിന്നെ അവിയൽ അവിടെ ആയിട്ട് വെച്ചു. ഇനി തൈര് കൂട്ടുകയെന്ന് വേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബാക്കി വെക്കേണ്ട സാധനം വെച്ച് പിന്നെ മീൻ കറിയും കൂടി അവിടുത്തെ അടുപ്പിൽ തന്നെ വെക്കാമെന്നാണ് കരുതുന്നത്. വേഗം സമയം എത്ര 4 മണിക്ക് എണീച്ചാലും നേരം വിളിക്കൽ വേഗമാണ്. നമ്മൾ എത്ര ഓടിയാലും തീരൂല ഒരു ദിവസം. എങ്ങനെയായാലും എല്ലാം കഴിഞ്ഞിട്ടാണ് തീർത്തിട്ട് ഇന്ന് ഞാൻ പോകുന്നത്. എന്തായാലും 4 മണി ആയല്ലോ എണീച്ചത്. അതുകൊണ്ട് ഏകദേശം എല്ലാം തീർക്കാൻ പറ്റും. പക്ഷെങ്കിലോ വന്നാൽ ഇനിയും ഉണ്ടാവും, നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ പണി ഉണ്ടാവും. ഈ പണി വീട്ടുപണി എന്ന് വെച്ചാൽ എടുത്താലും തീരാത്ത പണി തന്നെയാണ്. നമ്മളിപ്പം ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വീട്ടിലെ പണി മൊത്തം തീർത്തിട്ട് വേണം ജോലിക്ക് പോയി. ജോലി സ്ഥലത്തുള്ള ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വീണ്ടും നമ്മൾ അടുക്കളയിൽ തന്നെ കയറണം. വീട്ടുപണിയെന്ന് വെച്ചാൽ റെസ്റ്റ് ഇല്ലാത്ത പണിയല്ലേ. ആണുങ്ങൾക്കെല്ലാം ആകുമ്പോൾ ലീവുള്ളവരെ ജോലീൻ്റെ ലീവുള്ളവർ അവർക്ക് അന്ന് ഫുൾ ഡേ റെസ്റ്റ്. നമുക്കോ അതും ഇല്ല. നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഒരു പനിയെല്ലാം പനിക്കണം. ആ പനിച്ച് കിടന്നാലോ അടുക്കളത്തെ അവസ്ഥ കാണുമ്പോൾ കരുതും, അയ്യോ പനിക്കുമെന്ന് വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് തല പൊന്തിയിട്ട് നമുക്ക് നമ്മളെ പണിയിലേക്ക് ഇറങ്ങാമെന്ന് കരുതും. അങ്ങനെ ദിവസങ്ങളിങ്ങനെ നമ്മൾ പോവുകയും ചെയ്യും ഓരോ ദിവസവും. എന്നോട് മക്കൾ ചോദിക്കും, അമ്മയ്ക്ക് ഇത്രയും രാവിലെ എണീച്ചിട്ട് വയ്യ ഉറക്കമൊന്നും വരുന്നില്ലേന്ന്. പക്ഷേ ഞാൻ ഉറങ്ങലേ ഇല്ല കേട്ടോ. രാവിലെ എണീച്ചാൽ തന്നെ ഉച്ചയ്ക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല. എനിക്ക് സ്റ്റിച്ചിങ് പരിപാടികളുണ്ട്, അത് ചെയ്യാൻ നിൽക്കും. ഇന്ന് ജിമ്മിൽ പോയി വന്നിട്ട് വേണം. എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്, ചെറിയൊരു പട്ടുപാവാടയുള്ള സ്റ്റിച്ച് ചെയ്യുക, അത് ചെയ്യണം. അതിനെല്ലാം സമയം ജിമ്മിൽ പോയി വീട്ടിലെത്തി നമ്മൾ അരമണിക്കൂർ ഇരുന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച്. ഇപ്പം എന്ന് വെച്ചാൽ കുറച്ച് ഭക്ഷണമല്ലേ കഴിക്കേണ്ടതുകൊണ്ട് ഭക്ഷണമെല്ലാം കഴിച്ച് ആ പാത്രമെല്ലാം കഴുകി വരുമ്പോഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് സമയം ഇരിക്കാൻ കഴിയും. അപ്പോഴത്തേക്ക് അംഗൻവാടിയിലെ മോനെ കൂട്ടാണോ. പിന്നെ മക്കൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം ആക്കി കൊടുക്കണം. ഭക്ഷണം എന്തെങ്കിലും സ്നാക്സ് പോലത്തെ എല്ലാം ഓരോ ദിവസം ഞാനിപ്പോൾ ഓരോ സ്നാക്സ് ആക്കി കൊടുക്കലാണ്. പിന്നെ അവരത് കഴിച്ചോളൂ. പിന്നെ എന്ന് വെച്ചാൽ നാരങ്ങയും നെല്ലിക്കയെല്ലാം വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ദിവസം വാങ്ങി വെച്ചിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ കരുതി ഇപ്പം നല്ലോണം അടുപ്പിലെല്ലാം തീ കത്തുന്നത് കൊണ്ട് പിന്നെ അതും കൂടി അവിടെ ആക്കി വെക്കാം. നെല്ലിക്ക ഉപ്പിലിടുകയാണ് ചെയ്യുന്നത്. നെല്ലിക്ക അവിടെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഉപ്പെല്ലാം ഇട്ട് വെച്ച് മുളകെല്ലാം മുറിച്ചിടാം. വെള്ളം നല്ലോണം ചൂടായി ആറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കൽ. പിന്നെ അതുകൊണ്ട് അത് അവിടെ ഉപ്പും മുളകും ഇട്ട് വെച്ച് പിറ്റേന്ന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കലുള്ളൂ. അന്ന് തന്നെ ഒഴിച്ചു കൊടുക്കലില്ല. എനിക്ക് ഇതുവരെ അത് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പല നാട്ടിലും പല രീതിയിൽ ഭക്ഷണം വെക്കുന്ന പോലെ തന്നെ പലരും പല രീതിയിലാണെന്നുള്ളത് ചെയ്യുക. അതുകൊണ്ട് പിന്നെ ഞാൻ നാരങ്ങ നല്ലോണം കഴുകിയതിന് ശേഷം വാട്ടിയെടുക്കുക ചെയ്യുന്നത്. വെള്ളത്തിലല്ല, പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റുക ചെയ്യുന്നത്. അതിന് മുറിച്ചിടണം. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മണിയായി. നല്ലോണം നേരെയെല്ലാം വെളുത്ത് മഴയെല്ലാം കുറച്ച് ചോർച്ചയെല്ലാം ഉണ്ട്. അതിനുശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി മോനെ സെൻട്രൽ ഹാൾ മാത്രമേ ഞാൻ തുടയ്ക്കുന്നുള്ളൂ. ഞാൻ ആഴ്ചയ്ക്ക് ഒരു ദിവസമാണ് തുടയ്ക്കില്ല. പക്ഷേ റൂം വൃത്തികേടാകുമ്പോൾ അങ്ങനെ തുടയ്ക്കും. മോൻ ഇന്നലെ രാത്രി അകത്ത് ഭക്ഷണമെല്ലാം കഴിക്കുമ്പോൾ കുറച്ചെല്ലാം വീണുപോയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒന്നും അങ്ങനെ നിയന്ത്രിക്കാൻ നിൽക്കില്ല. കാരണം കുട്ടികളല്ലേ, അവരെ സ്വന്തം വീട്ടിൽ തന്നെ ഭക്ഷണമെല്ലാം നമ്മൾ നിലത്തിടുമ്പോൾ
വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മക്കൾക്ക് സ്വാതന്ത്ര്യത്തോടെ വളരാനല്ലേ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ എല്ലാ സ്വാതന്ത്ര്യവും അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ടടുക്ക നിർത്തേണ്ടടുക്കെല്ലാം നിർത്തുക, അങ്ങനെയെല്ലാം ചെയ്യും. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം നിലത്ത് വീണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും, വേറെ എവിടുന്ന് തിന്നാലും അങ്ങനെ ആയിപ്പോകരുത് എന്നല്ലോ. പക്ഷേ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഞാൻ ചില സമയം പറഞ്ഞു, ചില സമയം ഇത് ബിസ്ക്കറ്റിൻ്റെ പൊടിയെല്ലാമാണ്, അതുകൊണ്ട് സെൻട്രൽ ഹാള് മാത്രമാണ് അടിച്ച് വാരിയിട്ട് തുടച്ചെടുക്കാമെന്നാണ് കരുതുന്നത്. ബാക്കിയെല്ലാം സൺഡേ എന്തായാലും ലീവാണ്, അന്ന് ചെയ്യാമെന്ന് കരുതി. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കന്നെ ഏകദേശം നമുക്ക് ശരിയാകുന്നുണ്ട് ഭാഗങ്ങളെല്ലാം. കാരണം ജിമ്മിൽ പോയിട്ട് അവിടുത്തെ വർക്കൗട്ടെല്ലാം ചെയ്ത് വീട്ടിലെത്തുമ്പോഴത്തേക്ക് നല്ല വേദനയാണ്. അതിൻ്റെ നടുക്ക് കുനിയാനൊന്നും പറ്റുന്നൊന്നുമില്ല. എൻ്റെ തിരക്കിൽ എൻ്റെ മാക്സിലെല്ലാം വെള്ളമാവുകയും ചെയ്തു. ഞാൻ ശ്രദ്ധിക്കാണ്ട് തന്നെ വേഗം ചെയ്യുന്നത്. മക്കളെല്ലാം എണീച്ച് ഓരോരുത്തരെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മക്കളങ്ങ് വിളക്ക് കത്തിച്ചോളൂ. പിന്നെ മോനെ എണീക്കുമ്പോഴത്തേക്ക് തുടച്ചെടുക്കണം, അല്ലെങ്കിൽ മോനൊരൊറ്റ ഓട്ടമായിരിക്കും. അതുകൊണ്ട് വേഗം സെൻട്രൽ ഹാള് മാത്രം തുടച്ചിട്ട് ബാക്കിയുള്ള പുറത്തെ എന്തെല്ലാം വേസ്റ്റെല്ലാം കളയാനെല്ലാം ഉണ്ട്, അതെല്ലാം കളഞ്ഞ് അങ്ങനെയെല്ലാം ചെയ്യാമെന്നാണ് കരുതുന്നത്. ഇപ്പം തന്നെ സമയമായി. ഇപ്പം രാവിലെ 4 മണിക്ക് എണീച്ചെന്നുണ്ട്. എന്നാ കാര്യം ഇനി മക്കൾക്ക് ഞാൻ ഭക്ഷണമെല്ലാം ആക്കി കൊടുക്കണം. അത് ഫ്രഷ് ആയതിന് ശേഷം മേലെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം വന്നിട്ട് ഭക്ഷണമെല്ലാം ആക്കല. ഡെയിലി വെയിറ്റ് നോക്കും, വെയിറ്റ് കുറഞ്ഞിരുന്നു. പക്ഷേ വെയിറ്റൊന്നും കുറഞ്ഞിട്ടില്ല. പലരും എന്നോട് പറയുന്നുണ്ട് മെലിഞ്ഞിട്ടാണുള്ളത്. നമ്മളിപ്പോൾ ഒരാഴ്ച കൊണ്ടൊന്നും പെട്ടെന്നൊന്നും മെലിയൊന്നുമില്ല. എന്നാലും ഒരാഗ്രഹം കൊണ്ട് ഇങ്ങനെ പറയുകയും നോക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ അത്രയും ഭക്ഷണം കഴിച്ചുണ്ടാക്കിയ വെയിറ്റ് ആണല്ലോ. പിന്നെ ഏകദേശം പണിയെല്ലാം ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. മക്കളെല്ലാം വിളക്കെല്ലാം കത്തിച്ചുകൊണ്ട് അവിടെയെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ പുട്ടും മീൻകറിയും മുതിരയാണ് കഴിച്ചതെന്ന്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വന്നേരം പാവാടയെല്ലാം സ്റ്റിച്ച് ചെയ്തു. പിന്നെ രാത്രിക്കുള്ള സാലഡാണ് ഉണ്ടാക്കുക. സാലഡ് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് കഴിച്ച് എൻ്റെ ഭക്ഷണം അന്നത്തെ ഭക്ഷണം കഴിയും. എത്ര ദിവസം ഇങ്ങനെയെല്ലാം പോകുന്നൊന്നും അറിയില്ല. പിന്നെ എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.